ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് കിച്ചൻ കുക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണവ തോരത്തിൻ്റെ റെസിപ്പിയാണ്. പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. സ്കിഡിനകത്ത് വളരെ ഗുണങ്ങളുണ്ട്. B6ഉം B12ഉം ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫിഷാണ് കണവ. കണവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തലഭാഗത്ത് ഒരു മഷി പോലുണ്ട്. അത് നീക്കം ചെയ്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ പുറം ഭാഗത്തുള്ള സ്കിൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല വൈറ്റ് പോർഷനാണ് കിട്ടുന്നത്. കണവ കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ നമ്മളുടെ ആവശ്യാനുസരണം ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു 3-4 പച്ചമുളക്, എരിവ് നമ്മളുടെ ആവശ്യാനുസരണം എടുക്കാം. ഒരു മീഡിയം ടൊമാറ്റോ വേണം. കുറച്ച് ചുവന്നുള്ളിയാണ് ഏറ്റവും നല്ലത്. അതില്ല വെച്ചാൽ നമുക്ക് സവോളയും ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. ഒരു മീഡിയം പീസ് ഇഞ്ചി വേണം. ഒരു 7-8 അല്ലി വെളുത്തുള്ളി വേണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കണവ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഷേപ്പൊക്കെ നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് വേണ്ടി കുറച്ച് തേങ്ങ തിരുമിയത് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മിക്സിയിലേക്ക് 4-5 സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളിയും 4-5 വെളുത്തുള്ളി, ഒരു മീഡിയം പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, 2-3 കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാടങ്ങ് അരയിൽ ഒന്ന് ഒതുക്കി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുന്നത് കൊണ്ട് വെളിച്ചെണ്ണ ചേർക്കുന്നതായിരിക്കും നല്ലത്. കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3 ചുമന്ന മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെയ്യാം. ചെറുള്ളി ചതച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുള്ളി മാത്രം വെച്ച് ചേർത്താലും നല്ലതാണ്. ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് നമ്മളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കേണ്ടതാണ്. കാൽ ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി ഒരുപാട് അങ്ങ് വഴരണ്ട, ഇതേപോലെ മതിയാവും. ഇതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം.
പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് സ്ക്വിഡും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ കൊഞ്ച് വേവുന്നത് പോലെയാണ്. 2 മിനിറ്റിന് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലെങ്കിൽ അങ്ങനെ വെന്തില്ലെങ്കിൽ പിന്നെ ഒരു 10-15 മിനിറ്റും കൂടെ ചേർത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇത് അതിൻ്റെ ആ തലഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിൽ നിന്ന് ഒരു വെള്ളം ഊറി വരും. എന്നാലും ഒരു അല്പം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ മിക്സി വാഷ് ചെയ്ത വെള്ളമായിരുന്നു അരപ്പിൻ്റെ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കാം. വെള്ളമൊക്കെ പറ്റി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ പുറത്തൂടെ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങാം. രണ്ട് മൂന്ന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. വളരെ നല്ലൊരു മണമൊക്കെയാണ് വരുന്നത്. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. തുറന്ന് നോക്കാം. അടിപൊളിയായി കണവ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കണവ നമുക്ക് റോസ്റ്റ് ചെയ്തും കഴിക്കാം. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ചോറിനോടും ചപ്പാത്തിയോടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് മോളാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ന്യൂ അപ്ലോഡ്സ് വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു റെസിപ്പിയായി വരുന്നത് വരെയൊക്കെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.